രവി വാ, ഇന്നത്തെ കലാപരിപാടി തുടങ്ങാൻ പോകുന്നു. നമസ്കാരമുണ്ട്. ഇന്നത്തെ നമ്മളെ പുതിയ വീഡിയോയിൽ നമ്മളെ പരിപാടി എന്ത് ചെയ്യുന്നറിയാം, കാളിമണ്ണ് കൊണ്ട് ഒരു സംഭവം ഉണ്ടാക്കുന്നതാണ്. കാളിമണ്ണ് ഞാൻ വീടെല്ലാം പോയിട്ട് കൊണ്ടുവന്നത്, അതിൻ്റെ കഥയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ പറയാം നല്ല പോലെ പറയാം. ഇന്നത്തെ നമ്മൾ വീഡിയോയിലാക്കുന്നത് മറ്റേ ഒരു കോമോഡോ ഡ്രാഗനാണ്. കോമോഡോ ഡ്രാഗൻ അറിയില്ലേ, ഒരു ഉടുമ്പ് പോലത്തെ സാധനം. അടി കൊണ്ട പരിക്കേൽക്കാതിരിക്കാൻ ഉടുമ്പൻ ചോര ബെസ്റ്റാ. സാധാരണ ഉടുമ്പല്ല, പൊന്നുടുമ്പ്. ചോരയും കുടിച്ച് അതിന്റെ നാക്കും പിഴുതെടുത്ത് വിഴുങ്ങിയിട്ട് 2 പേര് ചോടണം. എന്നാലും ദഹിക്കും. അത് നമ്മൾ ആക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് അതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാകണം. ആ സ്ട്രക്ചറിന് വേണ്ടിയിട്ടില്ലേ, ഇങ്ങനത്തെ കമ്പി എടുത്തിന് ഞാൻ. ഈ കമ്പിയോട് നമുക്ക് ഫസ്റ്റ് സ്ട്രക്ചർ ആക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഷേപ്പ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്, ഇങ്ങനത്തെ കമ്പിയെല്ലാം വെച്ചിട്ട്. ഇനി നമുക്കില്ല, ഇത് അലൂമിനിയം ഫോയിലോടെ ഒന്ന് കവറാക്കി എടുക്കണം ഇതെല്ലാം. ഞാൻ ഫസ്റ്റ് എന്ത് കവറാക്കുന്നത് പറഞ്ഞാൽ അത് ഇങ്ങനത്തെ ജോയിൻ്റ് എല്ലാം ഇല്ലേ, ഇതെല്ലാം ഞാൻ ഫസ്റ്റ് അലൂമിനിയം ഷീറ്റിൽ കവറാക്കും. അങ്ങനെ ജോയിൻ്റ് കവറാക്കി എടുത്തു. ഇനി ബാക്കിയുള്ള പാർട്ടും നമുക്കൊന്ന് ചെറുങ്ങനെ കവറാക്കി എടുക്കാം. എന്തിനെന്ന് പറഞ്ഞാൽ കാളിമണ്ണ് തന്നെ ഫുള്ള് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര വെയിറ്റ് ആയില്ല, അതിനെ കൊണ്ട് ഞാൻ ചെറുങ്ങനെ ഒന്ന് ഇതെല്ലാം വെയിറ്റ് എല്ലാം കുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഇതാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫുള്ള് കവറാക്കാൻ പറ്റും. അങ്ങനെ അലുമിനിയം ഫോയിൽ ഇത് ഇത്ര ചുറ്റിയിട്ടായി. ഇനി നമുക്കില്ല, ഈ വയറിൻ്റെ ഏരിയ ഇല്ലേ, ഇവിടെ കുറച്ച് തടി വേണം. അത് വല്ല വയറന്മാരുണ്ടാവില്ല ആടെയും. പിന്നെ ഇവിടെ ചങ്കിൻ്റെ അടുത്തെല്ലാം കുറച്ച് തടി കൂട്ടണം. അപ്പോൾ അതിനും കൂടി ഞാൻ കുറച്ച് അലുമിനിയം ഫോയിൽ എടുക്കുന്നുണ്ട്. പച്ച കറണ്ട് പോയി. അങ്ങനെ കറണ്ടെല്ലാം വരുമ്പോഴത്തേക്കില്ല ഫുള്ള് ചുറ്റിയിട്ടായിരുന്നു നമുക്ക് അലുമിനിയം ഫോയിൽ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടിക്ക് പോവാം. കളിമണ്ണ് ഇതിനെ കൊണ്ട് അങ്ങോട്ട് പൊത്തുക. അങ്ങനെ നമ്മ മണ്ണെല്ലാം ഒട്ടിച്ചിട്ടായി. ഇപ്പോൾ കഴിഞ്ഞിട്ടാ കാണുമ്പോൾ അറിയുന്നില്ലേ. ഇനി നമുക്കില്ലേ കഴിഞ്ഞിട്ടല്ലോ. ഇപ്പോൾ ഇതിൽ എന്തെല്ലോ മറ്റേ ഇതിനാകുമ്പോൾ എന്തെല്ലോ ഉണ്ടാവുന്നില്ല, ഇങ്ങനെ കുത്ത് ആ പാമ്പിനെ പോലെ. അതെല്ലാം ആക്കാനുണ്ട്. ഇനി കണ്ണാക്കണം, മൂക്കാക്കണം, ബായിയാക്കണം, എന്തെല്ലോ ആക്കാനുണ്ട്. അപ്പോൾ നേരെ അതിൻ്റെ പണിയെടുക്കാം. ഇനി ബാക്കിയില്ല പണിക്കില്ലേ, ഇത് ഇതിൻ്റെ എല്ലാം ആവശ്യമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല ഇത്, വേറെ. വാ തുടങ്ങാം നമുക്ക്. അപ്പോൾ അത് ഇത്ര ആക്കിയാൽ നമുക്ക് തലയിൽ ഏകദേശം ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട് തോന്നുന്നു. കറക്റ്റ് ആയിനോന്ന് അറിയില്ല, നിങ്ങൾക്ക് എന്ത് തോന്നുന്നത്? അതിന് അടുത്തത് നോക്കാം, ശരിയാവുമായിരിക്കും. കണ്ണെല്ലാം ആക്കാം നമുക്ക്. കണ്ണിന് വേണ്ടിയിട്ടല്ലോ, നമുക്ക് കണ്ണിൽ ഇങ്ങനത്തെ 2 ഉണ്ട ഉണ്ട്, ഫോക്കസ് ആണെങ്കിലോ. ഇങ്ങനത്തെ ഉണ്ട കണ്ണിലേക്ക് വെച്ച് കൊടുക്കാം നമുക്ക്. ഇങ്ങനെ നമുക്കില്ലേ അതിൻ്റെ കണ്ണിൻ്റെ പോളയെല്ലാം ആക്കി കൊടുക്കാം. അതിനും വേണം കുറേ കളിമണ്ണ്. കളിമണ്ണില്ലേ, ഞാൻ ഇവിടെ 10-20 കിലോമീറ്റർ അപ്പുറം പോയിട്ട് കൊണ്ടുവന്നത്. കുറേ കുന്നും മലയെല്ലാം കയറിയിട്ട്. ആള് പറയുന്നില്ല, ശരിക്കും ബൈക്കിൽ പോയത്, എൻ്റെ ഒരു ചങ്ങായിരൊക്കെ പോയത്. ഓൻ ഉണ്ടായതിനെ കൊണ്ട് ഞാൻ എല്ലാം കൊണ്ടുവന്നു. ഓൻ ഈ പറയുന്നതെല്ലാം കേട്ടാൽ ഭയങ്കര ബമ്പാവും. ഓനും മേടിച്ചിനിപ്പാ. എന്നിട്ട് ഈ കളിമണ്ണെല്ലാം കൊണ്ടുവരാൻ 10-20 കിലോമീറ്റർ പോയിട്ടെല്ലാം എന്തി ആടെത്തിയിട്ട് അവർ പറഞ്ഞു കളിമണ്ണ് ഇപ്പോൾ ഓടാക്കുന്നില്ല. ഓട് ഫാക്ടറിയിൽ പോയതിപ്പാ, ഓടാക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഞാൻ വിചാരിച്ചു വന്നിട്ട് അവിടെ പോയിട്ട് വെറുതെ ആയി എന്ന് വിചാരിച്ചു. എന്നിട്ട് ലാസ്റ്റ് അവർ പറഞ്ഞു അവിടെ ബാക്കിൽ കുറച്ച് മണ്ണ് ഉണ്ടാവും, നിങ്ങൾ വേണമെങ്കിൽ എടുത്തോ, കളിച്ചിട്ട് എടുക്കേണ്ടി വരും പറഞ്ഞു. ആയിന്ന് പറഞ്ഞു, കൈക്കോട്ടെന്ന് വന്നു അവർ. അപ്പോൾ അങ്ങനെ കളിച്ചു, എടുത്തു, വന്നു. അങ്ങനത്തെയാണ് കളിമണ്ണിൻ്റെ എല്ലാം കഥ.
അപ്പൊ തലയും മേലും ബാലും എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് കാലും കയ്യും. അത് നമുക്ക് ആക്കാനുണ്ടേന്. ഇപ്പോൾ ഫസ്റ്റ് കുറച്ച് ക്ലേ എടുക്കാം ഇങ്ങനെ, എന്നിട്ട് ഡയറക്റ്റിയിലേക്ക് ഒന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇത്ര വെച്ചിട്ടായാലും ഇല്ലേ. പിന്നെ നമുക്ക് അതിന്റെ ബെരല് വരച്ചു കൊടുക്കാം. ഇങ്ങനെ വരച്ചിട്ട് ഇതഞ്ചും നമുക്ക് വിരലിൻ്റെ ഷേപ്പാക്കി കൊടുത്താൽ മതി. അങ്ങനെ കാലിൻ്റെ വിരലെല്ലാം നമുക്ക് വെച്ചിട്ടായി. ഇനി നമുക്ക് നഖം വെക്കണം. അതിന് നഖം ഇങ്ങനെ ഒരു ഷേപ്പാക്കിയിട്ട് എടുത്തിട്ടുണ്ടേ. ഇത് നമുക്ക് അതിലേക്ക് ജസ്റ്റ് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് എല്ലാ വിരലിലും പിടിപ്പിക്കണം. അങ്ങനെ നഖം എല്ലാം ഫിറ്റാക്കിയിട്ടായതാ. ഇനി അടുത്ത പണി എന്തിയാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേക്കൊക്കെ ഇങ്ങനെ ചുളിവ് ഉണ്ടാകും. ചുളിവാക്കാൻ വേണ്ടിയിട്ടില്ല, നമുക്ക് ഇങ്ങനത്തെ ക്ലേ ഇങ്ങനെ വള്ളി പോലെ ആക്കി എടുക്കണം. എന്നിട്ട് ഏടെ ചുളിവ് കൊണ്ട് അടുത്തേക്കെല്ലാം പറ്റിച്ചെടുക്കണം. അത് ഫീൽ പറ്റിയിട്ടുണ്ടോന്ന് അങ്ങനെ. ഇതിപ്പോൾ നമ്മ ചുളിവെല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ഒരു രസമില്ല. ഇത് മുകളിൽ ഇങ്ങനെ പറ്റി പിടിച്ചത്. അപ്പോൾ നമുക്കൊന്ന് ബ്ലെൻഡ് ആക്കി എടുക്കണം അതിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ അടുത്തത് അതാക്കാൻ നോക്കാം നമുക്ക്. അങ്ങനെ ചുളിവും നമ്മൾ ഏകദേശം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതിൻ്റെ സ്കെയിൽസ് ആണ്. അതിന് ഇത്ര സാധനം കൊടുക്കുന്നത്. ഇത് പെന്നിൻ്റെ കവറില്ലേ, അത് ഇതിനോട് നമുക്ക് ഇങ്ങനെ ഡോട്ട് ഇടാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം പെണ്ണുണ്ടാക്കിയ സാധനം തന്നെ. ഇതിൻ്റെ പെന്നിൻ്റെ ഈ റീഫില്, പെന്നിൻ്റെ മൊന, ഇതെല്ലാം ആയിട്ട് ഇങ്ങനെ. ഇത് വലുതും ഇത് കുറച്ച് ചെറുതും, ഇത് അതിനെക്കാട്ട് കുറച്ച് ചെറുത്, ഇത് ചെറുത് അങ്ങനെ. അപ്പോൾ ഫസ്റ്റ് നമുക്കില്ലേ വീട്ടിൽ തുടങ്ങാം സ്കെയിൽസ് വരയ്ക്കാൻ. അതിന് ഞാൻ എടുക്കുന്നത് ഈ ചെറിയ ഇതാണ്. അങ്ങനെ ഫുള്ള് കുത്തു വിട്ടിട്ടായതാ. തല തൊട്ട് ബാല് വരെ ഇട്ടു. കളറ് കൊടുക്കണം എന്നുണ്ട് എനിക്ക്. അത്ര കളറ് കൊടുത്താൽ ഈ മണ്ണ് വേസ്റ്റ് ആവും. 10-20 കിലോമീറ്റർ അപ്പുറം പോയിട്ട് കൊണ്ടുവന്നത് ഞാനിത്. നിങ്ങളെ സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാനിത് ഈ കണ്ണിന് മാത്രം ഒരു കറുപ്പ് കളർ കൊടുക്കുന്നത്.